ഹായ് എല്ലാ കൂട്ടുകാർക്കും സാനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് ലോഞ്ച് ചെയ്ത XUV 3X1 REVX A എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണിത്. REVX നമുക്ക് മൂന്ന് വേരിയന്റിലാണ് കൊടുത്തിരിക്കുന്നത്. REVX M ഓപ്ഷണൽ എന്ന് പറഞ്ഞ സൺറൂഫുള്ള വേരിയന്റ്, പിന്നെ ഈ REVX A. ഇതിലെ ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് REVX A വേരിയന്റ് ആണ്. ശരിക്കും XUV ലൈനപ്പിൽ ഒരു പ്രീമിയം ഫീച്ചേഴ്സ് തരുന്ന ഒരു മിഡ് വേരിയന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ REVX വേരിയന്റിനെ വിളിക്കാം. GST ബെനിഫിറ്റ് വന്നപ്പോൾ ഏകദേശം 1,42,000 രൂപയുടെ കുറവാണ് ഈ REVX A വേരിയന്റിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1.25 ലക്ഷം രൂപ വരെ GST ബെനിഫിറ്റ് പല വേരിയന്റുകളിലായിട്ട് 3XOക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നവംബർ മാസത്തിൽ ഏകദേശം 50,000 രൂപ വരെ അഡീഷണൽ ഓഫറുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ REVXന് എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. റീസെന്റ് ലോഞ്ച് ചെയ്ത XUV 3X1 ഒരു ലിമിറ്റഡ് എഡിഷൻ വേരിയന്റ് ആണ് REVX വേരിയന്റ്. ലിമിറ്റഡ് എഡിഷൻ അല്ലെങ്കിൽ ഒരു ലക്ഷറി വേരിയന്റ് എന്ന് പറയാം. അതിൽ തന്നെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള REVX A വേരിയന്റ് ആണിത്. ഈ REVX A വേരിയന്റ് നമുക്ക് പെട്രോൾ എഞ്ചിനിൽ മാത്രമേ വരുന്നുള്ളൂ. അതിൽ ഓട്ടോമാറ്റിക്കും മാനുവലും വരുന്നുണ്ട്, ഡീസൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നോർമൽ 3X ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ലക്ഷറി വേരിയന്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. കാരണം ആ ഒരു രീതിയിലാണ് മഹീന്ദ്ര ഇതിന്റെ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു കളർ തന്നെയാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ കാണാൻ നല്ല റോഡ് പ്രസൻസ് ആണ് ഈ വാഹനത്തിന്. നോർമൽ 3X ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ REVXന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഫ്രണ്ടിലെ ഈ ഒരു പോർഷനിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. ഇത് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നോർമൽ 3X അത് ബ്ലാക്ക് ഫിനിഷിലായിരുന്നു കൊടുത്തിരുന്നത്. മറ്റെല്ലാ ലുക്ക് കാര്യങ്ങളും നോർമൽ 3X സിമിലർ ആയിട്ടാണ് വരുന്നത്. ഈ വാഹനം ഈ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉള്ള രീതിയിലാണ് വരുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു DRL കാണാം. അതിൻ്റെ താഴത്തെ പോർഷൻ നമുക്ക് മുകളിലെ പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഫോഗ് ലൈറ്റ് വേരിയന്റിൽ വരുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ മൊത്തം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴത്തെ ഈ എയർ ഡാമിൻ്റെ പോർഷൻ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. 201 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇത് REVX ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ചേഞ്ചസ് വരുന്നുണ്ട്. കാര്യം അലോയ്സ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. നമുക്ക് 205 സെഷൻ ടയറുകളാണ് വരുന്നത്. 205 60R65 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് 3X1 ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട്. അതൊരു ഗ്ലോസി ബ്ലാക്കിലുള്ള അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. അടുത്ത മഹീന്ദ്രയുടെ ലോഗോ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. മിറേഴ്സിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. മിറേഴ്സ് നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറായതുകൊണ്ട് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ടോപ്പിലേക്ക് വന്നാൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഒരു പനോറമിക് സൺറൂഫാണ് REVX A വേരിയന്റിൽ വരുന്നത്. ബാക്കിൽ നമുക്ക് നോർമൽ ആൻറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ താഴത്തെ കൂടെ നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അതൊരു SUV ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ള വാഹനവും നമ്മളുടെ 3XO ആണ്. 2600 mm ആണ് ഈ വാഹനത്തിന് വീൽ ബേസ് വരുന്നത്. ഈവൻ ലെങ്ത് ആണെങ്കിലും 3990 mm, വിഡ്ത്ത് 1821 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ വശങ്ങളിൽ നോക്കുമ്പോൾ ഇത് REVX ആണെന്ന് മനസ്സിലാവാം. ഇവിടെ REVX എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് X ആ റെഡ് ഫിനിഷിൽ കാണാം. ഈ ഒരു പോർഷൻസിൽ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ 3XO ആയിട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും വരുന്നില്ല. നമുക്ക് ആകെ വരുന്നത് ഈ REVX എന്ന് പറയുന്ന അഡീഷണൽ ബാഡ്ജിങ് മാത്രമാണ്. മറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ ഒരു AX5 ലക്ഷറി വേരിയന്റിലൊക്കെ കാണുന്ന സിമിലർ ലുക്കാണ് നമുക്ക് ബാക്കിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ തന്നെ റൂഫ് റെയിൽ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വശങ്ങളിൽ അടിച്ചിട്ട് ഒരു വിങ്സ് പോലെ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് ഡീഫോഗറുള്ള ഗ്ലാസ്സുകളാണ്. വൈപ്പർ വാഷർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്കിലെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് നമുക്ക് കാണാം. ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ താഴത്തെ പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. സ്റ്റോപ്പ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരുന്നു. അതിന് താഴെ റിവേഴ്സ് ലൈറ്റ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് റിഫ്ലക്ടേഴ്സ് ആണ് വരുന്നത്. ഇവിടെ താഴെ നമുക്കൊരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു HD ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും നമുക്ക് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലോഗോൻ്റെ നേരെ താഴെ ഹൈഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്.
ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 364 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ബാക്കിലേക്ക് പാർസൽ ട്രേ ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള ഫ്ലിപ്പ് കീസാണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു നോർമൽ 3XL വരുന്ന സെയിം കളർ പാറ്റേൺ തന്നെയാണ് റെവെക്സിലും വരുന്നത്. ടോപ്പ് പോർഷൻസ് എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷും താഴേക്ക് വരുമ്പോൾ ഒരു ക്രീം വൈറ്റ് ഫിനിഷിലുമാണ് വരുന്നത്. ഡോർ പാഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സെയിം കളർ ടോൺ കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ എല്ലാം സോഫ്റ്റ് ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. 4 പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് വാഹനം ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പീക്കേഴ്സ്, ട്യൂട്ടേഴ്സ് രണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്. ലെതറിഡ് സീറ്റുകളാണ് നമുക്ക് റവെക്സ് വേരിയൻറ്റിൽ വരുന്നത്. അത് ബേസ് വേരിയൻറ്റിൽ ലെതറിഡ് സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇതിൻ്റെ പെഡലുകൾ നമുക്കൊരു സ്പോട്ടി ലുക്ക് തരുന്നതിൽ സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹിൽ ഡിസൈൻ കണ്ടുകൊണ്ട് ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഇനിയും അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. റെവെക്സ് എ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ AX5 ലക്ഷറി വേരിയൻറ്റിൽ കിട്ടാവുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അഡാസ് ഒഴിച്ച് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിലും വരുന്നുണ്ട്. അപ്പോൾ AX5 ലക്ഷറി വേരിയൻറ്റ് അഡാസൊക്കെ വേണ്ടവർക്ക് AX5 ലക്ഷറി വേരിയൻറ്റിലേക്ക് പോകും. അതല്ല അഡാസ് വേണ്ട എന്നാൽ അത്യാവശ്യം പ്രീമിയം ഫീച്ചേഴ്സ് വേണ്ടവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വേരിയൻ്റാണ് നമ്മളുടെ ഈ റെവെക്സ് എ വേരിയൻറ്റ്. അപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് സ്റ്റിയറിംഗ് വീല് ലഭിക്കുന്നു. അതിൻ്റെ ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഡ് ഷിഫ്റ്റേഴ്സ് ഇതിനകത്ത് വരുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. ഫ്യൂവൽ ഇൻഫോ, വെഹിക്കിൾ ഇൻഫർമേഷൻസ്, നാവിഗേഷൻ ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഒരു ഡിജിറ്റൽ ലേ ഔട്ട്, അതായത് അതിൻ്റെ ലേ ഔട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സെറ്റിങ്സ് മാറ്റാൻ പറ്റും. TPMS പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണാവുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. നാവിഗേഷനൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഫുൾ സ്ക്രീനിൽ തന്നെ നാവിഗേഷനും കാണുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് AX5 ലക്ഷറി വേരിയൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ XUV 700 ഉള്ള അതേ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഈ റെവെക്സിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും ലഭിക്കും. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സും അതിനകത്ത് ഫങ്ഷൻ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പാർക്കിങ്ങിലേക്ക് ആകുമ്പോൾ ആ റിവേഴ്സ് എന്ന് പറഞ്ഞ ഗിയർ ഇൻഡിക്കേഷനും അതിനകത്ത് വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ബ്ലൂ ലിങ്കിൻ്റെ കണക്ടിവിറ്റി ഉള്ള ഒരു 10.25 HD സ്ക്രീനാണ് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ്. അതിനകത്ത് നല്ല അടിപൊളി മ്യൂസിക് ക്ലാരിറ്റി ഒക്കെ ആയിട്ടാണ് വരുന്നത്. അത് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ടാബ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ റീസെൻ്റ്ലി വന്ന താർ റോക്സിൻ്റെ AX5 ലക്ഷറി വേരിയൻറ്റിലൊക്കെ വരുന്ന സിമിലർ സ്ക്രീൻ തന്നെയാണ്. അതിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അത് ഫുൾ സ്ക്രീനിൽ വേണമെങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീൻ എന്ന് വെച്ചാൽ ആ സ്ക്രീൻ ചേഞ്ച് ആവുള്ളൂ, ഫുൾ സ്ക്രീനിലേക്ക് വരുന്നില്ല. പക്ഷെ അത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടി HD ക്യാമറ ആയിട്ടാണ് ലഭിക്കുന്നു. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെയും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഫങ്ഷൻ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ബ്ലൂ ലിങ്ക് ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിഫൈ പോലെയുള്ള ആപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ താഴെ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ നമുക്ക് AC വെൻസിന് ചുറ്റും എല്ലാം ഒരു സിൽവർ ടച്ച് കാണാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് ഡിഫോഗറിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഹസാർഡ് ലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ സെൻറ്റർ ബട്ടണിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് സിപ്പ്, സൂം, സാപ്പ് അങ്ങനെ 3 ഡ്രൈവ് മോഡുകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും സ്ക്രീനിലും അത് ചേഞ്ച് ആവുന്നത് കാണാം.
അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ സോൺ ക്ലൈമട്രോണിക് AC ആണ് വരുന്നത്. സെഗ്മെന്റിൽ ഈ ഒരു വാഹനത്തിൽ മാത്രമാണ് ഡ്യുവൽ സോൺ AC വരുന്നത്. അത് നമുക്ക് 2 സോണും സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ വയർലെസ് ചാർജിങ് പാഡ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. അതിൻ്റെ ഗിയർ ലിവർ കാണാം. അതൊരു പ്രീമിയം ഫിനിഷ് തരുന്ന രീതിയിൽ സിൽവർ ടച്ചോട് കൂടി കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ആ ഗിയർ ലിവറിന് ചുറ്റും നമുക്ക് ആ ഒരു സിൽവർ ടച്ച് കാണാം. സെന്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അത് സോഫ്റ്റ് ടച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതറിഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. എയർ ബാഗിന്റെ ഒരു ബാഡ്ജിങ് ആണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. ക്വാർട്ടർ സൈഡ് സൺവൈസസ് വിത്ത് മിറർ ആൻഡ് LED ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs വരുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. നമുക്ക് അകത്തെ റീഡിംഗ് ലൈറ്റുകളും LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു സൺറൂഫ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പനോറമിക് സൺറൂഫ് എന്ന് തന്നെ പറയാം. നമുക്ക് ബാക്ക് വശം വരെ ഫുൾ എത്തുന്ന രീതിയിലുള്ള പനോറമിക് സൺറൂഫാണ് REVX A വേരിയന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ്, നല്ല ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് കൂൾഡ് ഫീച്ചറും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഈ ബഡ്ജറ്റിൽ കിട്ടുന്നതിൽ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാറ് നമ്മളുടെ ഈ 3XOന്റെ REVX A വേരിയന്റ് തന്നെയാണ്. ഇപ്പം നിങ്ങൾ AX5 ലക്ഷറിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപ അടുത്താണ് കൂടുതൽ വരുന്നത്. അതിനകത്ത് അഡീഷണലി വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഒരു 70 ഇഞ്ച് വീൽസ് വരുന്ന അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സാണ്. അഡാസ് ഒന്നും ആവശ്യമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ വേരിയന്റ് കൺസിഡർ ചെയ്യാം. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് എല്ലാം നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ലെതറിഡ് ഫിനിഷ് കാണാം. പവർ വിൻഡോന്റെ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ് ആ ഒരു ക്രോം ഫിനിഷിൽ വരുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു Type-C ചാർജിംഗ് പോർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ലെതറിഡ് സീറ്റുകളാണ്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. സെന്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. സീറ്റിന്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. സൺറൂഫ് വരുന്നെങ്കിൽ ഒരു ഓപ്പണിംഗ് ഇവിടം വരെ വരുന്നുള്ളൂ. വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 വശത്തും റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വശത്ത് ഒരു ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ വരുന്നില്ല. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. അപ്പോൾ സെഗ്മെന്റിലെ ബാക്ക് സീറ്റിൽ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനവും നമ്മളുടെ 3XO തന്നെയാണ്. 3XOന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് 3XO. ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, TPMS, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ ഹിൽ ഡിസൻ കൺട്രോൾ. അങ്ങനെ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ REVX വേരിയന്റിൽ വരുന്നുണ്ട്. ഇനി ഇതിന്റെ തന്നെ AX5 ലക്ഷറി, AX7 ലക്ഷറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2 പോലെയുള്ള പ്രീമിയം സേഫ്റ്റി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ REVX വേരിയന്റ് നമുക്ക് പെട്രോൾ എഞ്ചിനിൽ മാത്രമേ വരുന്നുള്ളൂ. നമ്മളുടെ REVX M ഓപ്ഷണൽ വേരിയന്റ് 1.2 ലിറ്റർ M സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനിലാണ്. അത് 109 bhp ആണ് പവർ വരുന്നത്. 200 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയാം. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് 80. പക്ഷെ അതിനകത്ത് ഈ REVX M വേരിയന്റിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന REVX A വേരിയന്റിൽ നമുക്ക് TGDI പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 1.2 തന്നെയാണ്. ഡ്യുവൽ ടർബോ ആണ്. 128 HP ആണ് അതിന്റെ പവർ വരുന്നത്. 230 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ തന്നെയാണ് നമുക്ക് AX5 ലക്ഷറിയിലും AX7 ലക്ഷറിയിലും കൊടുത്തിരിക്കുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. എന്നാൽ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻറ്റും ആണ്. ഇപ്പം നോർമൽ പെട്രോൾ എഞ്ചിന് കമ്പനി 19 പറയണമെങ്കിലും നമുക്ക് റിയൽ ലൈഫിൽ ഒരു 15-16 എക്സ്പെക്ട് ചെയ്യാം. ഈ എഞ്ചിനിലേക്ക് വരുമ്പോൾ കമ്പനി 17.2 പറയുന്നത്. ഒരു 13-14 ഒക്കെ ഈ ഒരു എഞ്ചിനും ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. അതല്ല നമുക്ക് ഡീസൽ വേണമെങ്കിൽ ഡീസൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ REVXലല്ല നോർമൽ വാഹനങ്ങൾ ഡീസൽ വരുന്നുണ്ട്. 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 115 HP ആണ് പവർ. 300 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. അതിന് കമ്പനി പറയുന്ന മൈലേജ് 21 കിലോമീറ്ററൊക്കെയാണ്. ഒരു 17-18 ആവറേജ് മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം 3 എഞ്ചിൻ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. REVXൽ നമുക്ക് 2 പെട്രോൾ എഞ്ചിൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്.
3X1 അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ GST ബെനിഫിറ്റ് വന്നപ്പോൾ മഹീന്ദ്രയിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് കട്ട് വന്ന ഒരു വാഹനമാണ് നമ്മളുടെ XUV 3XO. ഏകദേശം 1,75,000 രൂപ വരെയൊക്കെ GST ബെനിഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന റെവ്എക്സ് വേരിയന്റിന് മാത്രം, അതായത് റെവ്എക്സ് A വേരിയന്റിന് 1,42,000 രൂപയുടെ GST പ്രൈസ് കുറവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നവംബർ മാസത്തിൽ 50,000 രൂപ വരെ അഡീഷണൽ ഓഫറുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ റെവ്എക്സ് A വേരിയന്റിന്റെ മാനുവലിന് 14,61,000 രൂപയായിരുന്നു GSTക്ക് മുമ്പ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം 12,93,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതൊരു ഭയങ്കര പ്രൈസ് കട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. 16,05,000 രൂപയായിരുന്നു ഇതിന്റെ പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 14,22,000 രൂപയ്ക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അത്രയും പ്രൈസ് കുറവ് വന്നിട്ടുണ്ട്. മറ്റ് വേരിയന്റുകളുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് റെവ്എക്സ് M ഇപ്പൊ നിങ്ങൾക്ക് 9,63,000 രൂപയ്ക്കും റെവ്എക്സ് M ഓപ്ഷനിൽ 10,14,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാം. ബെസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് റെവ്എക്സ് എമ്മിന്റെ വീഡിയോ ചാനലിൽ കിടക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. M ഓപ്ഷനുകളുടെ ആ ഒരു ബഡ്ജറ്റിന് കിട്ടുന്നതിൽ ബെസ്റ്റ് കാർ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 14,22,000 രൂപയ്ക്ക് കിട്ടുന്നതിൽ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാർ നമ്മളുടെ ഈ XUV 3XO ആണ്. സേഫസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് വേരിയന്റുമായിട്ട് AX5 ലക്ഷറി വേരിയന്റും AX5 വേരിയന്റും ഒക്കെയാണ് കൂടുതൽ ഇറങ്ങുന്നത്. AX5 വേരിയന്റിന് ഏകദേശം മാനുവലിന് 12,12,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 14,80,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് ഈ ഒരു പ്രൈസിൽ നിന്നും താഴെ നിങ്ങൾക്ക് ലഭിക്കും. കാര്യം ഓഫർ കാര്യങ്ങൾ അഡീഷണലി അവൈലബിൾ ആണ്. AX5 ലക്ഷറിയിലേക്ക് പോയി കഴിഞ്ഞാൽ മാനുവലിന് 14,22,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 15,67,000 രൂപയാണ് വരുന്നത്. അതിൽ നിന്നും ഡിസ്കൗണ്ടുകൾ ലഭിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് ഏകദേശം 1,00,000 രൂപയുടെ കുറവ് നമ്മൾക്ക് ഈ റെവ്എക്സ് വേരിയന്റിന് വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഡീസൽ ബേസ് വേരിയന്റ് വരുന്നത് MX2 വേരിയന്റ് ആണ്. 10,91,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ബേസ് വേരിയന്റും MX1 പെട്രോൾ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് 8,60,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ പ്രൈസിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ലഭിക്കും. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് 1,580 രൂപ അടവ് വരുന്നുള്ളൂ. 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 1,00,000 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ബേസ് വേരിയന്റും 1,50,000 രൂപ കൊടുക്കുകയാണെങ്കിൽ റെവ്എക്സ് A വേരിയന്റ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 3XOന്റെ ഒരുവിധം എല്ലാ വേരിയന്റുകളും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതാ വേരിയന്റ് എന്ന് പറയാം. ഏകദേശം 20ഓളം വേരിയന്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് വരുന്ന വേരിയന്റുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഹീന്ദ്ര റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ആദ്യം പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.